73 വയസ്സുള്ള ഒരു അമ്മയും 48 വയസ്സുള്ള ഒരു മകളും കൂടി മധുരയിൽ നിന്നും ശിവഗംഗയിലേക്ക് പുറപ്പെട്ടു വരികയാണ്. അമ്മയെ സ്കാൻ ചെയ്യിക്കാനും ഡോക്ടറെ പരിശോധന നടത്തിക്കാനോ മറ്റോ ആയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയാണ് ഇവർ ശിവഗംഗയെ ലക്ഷ്യമാക്കി വരുന്നത്. ശിവഗംഗയോട് ചേർന്നുള്ള തിരുപ്പുവനം എന്ന പ്രദേശത്തെ ഒരു ക്ഷേത്രം, പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ഓൺ ദ വേയിൽ നമുക്ക് ദർശനം നടത്തി പോകാം എന്ന് കരുതി ആ ക്ഷേത്ര കോമ്പൗണ്ടിൽ കാറ് കൊണ്ട് നിർത്തുന്നു. നിർത്തിയ പുറകെ അമ്മയ്ക്ക് വയ്യാത്ത അമ്മയായതുകൊണ്ട് അമ്മയെ നടത്തിക്കാൻ പറ്റില്ല. തൊട്ടടുത്ത് ഉണ്ടായിരുന്ന സെക്യൂരിറ്റി അജിത് കുമാറിനോട് ആവശ്യപ്പെടുന്നു, ഈ മകൾ ആവശ്യപ്പെടുന്നു ഒരു വീൽ ചെയർ കൊണ്ടുവരാൻ. അദ്ദേഹം വീൽ ചെയർ കൊണ്ടുവരുന്നു, അമ്മേനെ ഇറക്കുന്നു. ഇറക്കിയ പിന്നാലെ തന്നെ ആ സെക്യൂരിറ്റിക്ക് 100 രൂപ മറ്റും ഈ സ്ത്രീ കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ വണ്ടിയുടെ താക്കോലും കൂടി കൊടുത്തു. ഈ സെക്യൂരിറ്റി ആവട്ടെ ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരനാണ്, കോൺട്രാക്ട് ബേസിൽ സേവനം അനുഷ്ഠിക്കുന്ന ഒരു ജീവനക്കാരൻ. അദ്ദേഹത്തിന് വക്കീൽ താക്കോൽ ഏൽപ്പിക്കുന്നു, കാറ് കൊണ്ട് മാറ്റി പാർക്ക് ചെയ്യാൻ. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം, ഇതിനകത്ത് ഇദ്ദേഹത്തിന് ഡ്രൈവ് ചെയ്യാൻ അറിയില്ലെന്നുണ്ടെങ്കിൽ കാര്യം പറഞ്ഞ് ഒഴിവാകാമായിരുന്നു. മാഡം എനിക്കറിയില്ല എന്ന രീതിയിൽ പറഞ്ഞ് ഒഴിവാകാമായിരുന്നു. ഇനിയിപ്പം ആ കെയറോപ്പിൽ ഒരു 100 രൂപയും കൂടെ കിട്ടാൻ വേണ്ടിയോ മറ്റോ ആയിരിക്കും ഗതികേട് കൊണ്ടല്ലേ അയാൾ ശരിയെന്നും പറഞ്ഞ് താക്കോലും കൈപ്പറ്റി മറ്റൊരാളെ കൊണ്ടാണ് ആ കാർ ഡ്രൈവ് ചെയ്ത് പാർക്കിംഗ് പ്ലേസിൽ കൊണ്ടുപോയി നിർത്തുന്നത്. ദർശനമെല്ലാം കഴിഞ്ഞ് മടങ്ങി അവർ അമ്മയും മകളും മടങ്ങിയെത്തിയ കൂട്ടത്തിൽ തന്നെ ഇവർ ക്ഷേത്ര ദർശനത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്ഷേത്ര ദർശനത്തിന് പോകുന്നതിന് മുന്നേ തന്നെ ഈ സ്വർണം 10 പവനോളം ഗോൾഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ 10 പവൻ ഗോൾഡ് ഇവർ അഴിച്ച് കാറിനകത്ത് തന്നെ സൂക്ഷിക്കാൻ വെച്ചു. ഇച്ചിരി പണം വേണ്ടുണ്ടായിരുന്നു, 15,000 രൂപ വേണ്ട പണം ഉണ്ടായിരുന്നു, സൂക്ഷിക്കാൻ വെച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇവർ മടങ്ങിയെത്തിയപ്പോഴത്തേക്ക് ആ വണ്ടി ഇവർ സെക്യൂരിറ്റിയോട് ആവശ്യപ്പെട്ടു ആ കാറ് എടുത്തു തരാൻ. ഇയാളും മറ്റൊരാളുടെ സഹായത്തോടു കൂടി തന്നെ ആ കാറ് വീണ്ടും ഇവിടെ കൊണ്ട് എത്തിച്ചു. എത്തിച്ചു കഴിഞ്ഞ് ഇവർ സ്കാനിങ് ചെയ്യാൻ പോയി. സ്കാനിങ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാണ് ഇവർ അറിയുന്നത് ഗോൾഡ് നഷ്ടപ്പെട്ടെന്നും അതിനകത്തുണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടെന്നും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പോലീസിൽ പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ താൽക്കാലിക ജീവനക്കാരനെ, സെക്യൂരിറ്റി ജീവനക്കാരനെ പോലീസ് അന്വേഷണം എന്ന പേരിൽ കീഴ്പ്പെടുത്തുകയും മൃഗീയമായി അദ്ദേഹത്തെ പട്ടിയെ തല്ലിച്ചതയ്ക്കുന്ന പോലെ തല്ലിച്ചതയ്ക്കുകയും ചെയ്തു എന്നതാണ് ഈ കേസിൻ്റെ യഥാർത്ഥ പിന്നാമ്പുറം. എന്നാൽ ക്ഷേത്രങ്ങളിലാകട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് മേഖലയിലാകട്ടെ ഇത്തരം താൽക്കാലിക സെക്യൂരിറ്റികളെ നിയമിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സെക്യൂരിറ്റിമാരെ കൊണ്ട് വിടുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പേരിൽ പോലീസ് കേസൊന്നുമില്ല, സെയിം ടൈം അദ്ദേഹം പൊതുവെ നല്ലൊരു ആളാണ് എന്ന് ആ ഏജൻറ്റിന് ഉത്തമ ബോധ്യമുള്ള വ്യക്തികളെ മാത്രമേ ഉള്ളൂ സെക്യൂരിറ്റി സർവീസിന് അയക്കാറുള്ളൂ. അല്ലാതെ ഉള്ളവരെയൊന്നും കവല ചട്ടമ്പികളെയൊന്നും സെക്യൂരിറ്റി പണിക്ക് കൊണ്ട് വിടാറില്ല, അവർ വന്ന് നിൽക്കാറുമില്ല. എന്നിരിക്കെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഓൾറെഡി നിലവിൽ കേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ മരണപ്പെട്ട അജിത് കുമാറിൻ്റെ പേരിൽ. ഈ നഷ്ടപ്പെട്ടത് സത്യമായിരിക്കാം, അവരുടെ ആ പേരൻസിന് അല്ലെങ്കിൽ ആ അമ്മയും മകൾക്ക് ഗോൾഡ് നഷ്ടപ്പെട്ടതും ഉണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടതും സത്യമായിരിക്കാം. എന്തു തന്നെ ആകട്ടെ, അതിന് മൃഗീയമായി ഇയാളെ തല്ലി ഒരു 27 വയസ്സുകാരൻ, പൂർണ്ണ ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടാൻ മാത്രം അന്വേഷണം എന്ന പേരിൽ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ചതച്ച് കൊല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അപ്പം പിന്നെ ഈ നാട്ടിൽ കോടതിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. പോലീസുമല്ല, ഈ പ്രതിയായി കിട്ടിയിരിക്കുന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് പോലീസ് അപ്പം തന്നെ അത് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവനെയൊക്കെ തല്ലി കൊന്നെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു പട്ടിക്കുറുക്കനും ചോദിക്കാനില്ല എന്നൊരു മനോഭാവം മറ്റോ ആയിരിക്കാം. പക്ഷേ ആ സെക്യൂരിറ്റിയോടുള്ള താല്പര്യം അല്ലെങ്കിൽ ആ മരണപ്പെട്ട യുവാവിനോടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഗ്രാമവാസികൾ ഒന്നടക്കം ഇളകിയതിൻ്റെ പേരിലാണ് ഇത് വലിയ പ്രക്ഷോഭം അവിടെ ഉണ്ടായതും കാര്യങ്ങൾ കൈവിട്ടു പോയതും പോലീസിന് പോലും നിയന്ത്രിക്കാനാവാത്ത ഒരു സന്ദർഭത്തിലേക്ക് എത്തിപ്പെട്ടതും. അല്ലെങ്കിൽ പിന്നെ പോലീസ് ഇവരെ നിയന്ത്രിക്കാനായിട്ട് തൂത്തുക്കുടി കാണിച്ച പോലെ ഇറങ്ങി എല്ലാത്തിനും ടപടപടപാന്ന് അടിച്ച് കളയണമായിരുന്നു. അത് എന്തായാലും സംഭവിക്കുകയില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ 2026 വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് വേണ്ടിയുള്ള തത്രപ്പാടിലാണ് തമിഴ്നാട് ഗവൺമെൻറ്റും ആകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാവട്ടെ ആരോടൊത്ത് ഐക്യത്തിൽ നമ്മൾ പോകണം എന്ന അണ്ടർലൈൻ ഡിസ്കഷൻ നടക്കുന്ന ഈ കാലഘട്ടത്ത് ഇത്തരം ഒരു മരണമെന്നൊക്കെ പറയുന്നത് തമിഴ്നാട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കൊരു റീമാർക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ആ മരണപ്പെട്ട യുവാവിൻ്റെ കുടുംബാംഗങ്ങൾ ബോഡി കൈപ്പറ്റാൻ തയ്യാറാകാതെ വന്നപ്പോഴാണ് കോടതി ഇടപെടേണ്ടി വന്നത്. കോടതി ഇടപെട്ട് അടുത്ത ദിവസം കോടതി സംഭവസ്ഥലം ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഇവർ എവിടെയാണോ കാറ് നിർത്തിയത്, എവിടെ വെച്ചാണോ പോലീസ് കൊണ്ടുവന്ന അന്വേഷണം എന്ന പേരിൽ
ഇയാളെ മൃഗീയമായി തല്ലിയത്. സ്റ്റേഷനിൽ തല്ലി അടികിട്ടി അയാൾ മടുത്തപ്പോഴത്തെ അയാൾ പറഞ്ഞു, ഞാൻ അവിടെ ഇന്നടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് ഇയാളെ പ്രതിയും കൊണ്ട് പോലീസ് വന്നു. കൊണ്ടുവന്നിട്ട് അവിടെ നോക്കിയപ്പോഴത്തെ അവിടെയെങ്ങും ഒന്നുമില്ല. അവിടെയും ഇട്ട് പോലീസ് ഇട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലി. അവിടെ ഇട്ട് തല്ലിയ ദൃശ്യങ്ങളാണ് ആരാണ്ട് മൊബൈലിൽ പകർത്തിയിട്ട് പുറം ലോകത്തേക്ക് എത്തിച്ചത്. സ്റ്റേഷനകത്ത് നടന്ന അടിയൊന്നും ആർക്കും അറിയില്ല. എന്തായാലും സംഭവം ഈ കള്ളത്തരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ മോഷണക്കുറ്റത്തിൻ്റെ പേരിൽ ആൾ മരണപ്പെട്ടു. കോടതി നേരിട്ടിടപെട്ടു. കോടതിയുടേതായ രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്താൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഗവൺമെൻറ് ഒരു നിക്കക്കളിയില്ല. സ്റ്റാലിൻ ഗവൺമെൻറ്റിന് ഒരു നിക്കക്കളിയില്ല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കേട്ടു, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറയുന്നത് കേട്ടു, ഈ കേസ് അന്വേഷണത്തിനായിട്ട് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പോകാമെന്നു. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പോകുന്നു. കാരണം സാധാരണ അങ്ങനെയല്ലല്ലോ ഗവൺമെൻറ് ചെയ്യുന്നത്. ലോക്കൽ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക, അതല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക. അല്ലാതെ സംഭവം നടന്ന് 48 മണിക്കൂറിനാകുന്നതിന് മുമ്പ് തന്നെ CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ പിന്നാമ്പുറം ഗൗരവം എന്തുമാത്രം ഉണ്ട് എന്ന് കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കിക്കോണം. എന്തായാലും CBIയെ കൊണ്ട് അന്വേഷിപ്പിച്ചാലും ശരി, ഹൈക്കോടതിയെ കൊണ്ട് അന്വേഷിപ്പിച്ചാലും ശരി, ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരിക തന്നെ വേണം. നഷ്ടപ്പെട്ടവർക്ക് അവരുടെ ഗോൾഡോ അല്ലെങ്കിൽ അവരുടെ നഷ്ടപ്പെട്ട പണമോ എന്താണെന്ന് വെച്ചാൽ മടങ്ങി കിട്ടട്ടെ. ഈ മരണപ്പെട്ട യുവാവിന് നീതി കിട്ടട്ടെ, കുടുംബാംഗങ്ങൾക്ക് നീതി ലഭിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ ചാനൽ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം.